നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചൊരു സംഭവം. വർഷങ്ങളും മാസങ്ങളുമൊക്കെ കാത്തിരുന്ന് കുത്തിയിരുന്ന് പഠിച്ചു ഒരു ഗവൺമെൻറ് ജോലിക്കായി കാത്തിരുന്ന് അത് നേടിയെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് ചേട്ടന് വേണ്ടി അനുജൻ PSC പരീക്ഷ എഴുതി ആൾമാറാട്ടം നടത്തിയ സംഭവമാണ്. അതിപ്പോൾ കൂടുതൽ വിവാദമാകുകയാണ്. PSC പരീക്ഷയിലെ ആൾമാറാട്ട കേസിലെ പ്രതികൾക്കായി പോലീസ് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുകയാണ്. കൂടുതൽ തെളിവെടുപ്പുകൾക്കായി പ്രതികളെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ ലഭിച്ചേക്കുമെന്നാണ് പൂജപ്പുര പോലീസ് കരുതുന്നത്. നേമം സ്വദേശികളായ അമൽജിത്ത്, അഖിൽജിത്ത് എന്നിവർ ഇന്നലെ വൈകിട്ട് 4:30 വെഞ്ചിയൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങിയത്. ആൾമാറാട്ട ശ്രമം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് സഹോദരങ്ങളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. അതിനിടെയാണ് ഇരുവരും നാടകീയമായി കീഴടങ്ങിയത്. ഇരുവരെയും കോടതി ഈ മാസം 23 വരെ റിമാൻഡ് ചെയ്തു. അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം ആരുമറിയാതെ വാഹനത്തിലെത്തി കോടതി പിരിയുന്നതിന് തൊട്ടു മുൻപാണ് കീഴടങ്ങിയത്. ഇതോടെ ആൾമാറാട്ടം നടന്നെന്ന് പോലീസ് ഉറപ്പിച്ചു. കേസിൽ PSC വിജിലൻസും അന്വേഷണം തുടങ്ങി. മുഖ്യപ്രതിയായ അമൽജിത്തിനു വേണ്ടി സഹോദരൻ അഖിൽജിത്താണ് ആൾമാറാട്ടം നടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കേരള സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയ്ക്കിടെ PSC വിജിലൻസ് വിഭാഗം ബയോമെട്രിക് മെഷീനുമായി പരിശോധനയ്ക്കെത്തിയപ്പോഴാണ് ഒരു ഉദ്യോഗാർത്ഥി ഹാളിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത്. നേമം സ്വദേശി അമൽജിത്തായിരുന്നു പരീക്ഷ എഴുതേണ്ടത്. മതിൽ ചാടിപ്പോയ ആളെ ഒരു ബൈക്കിൽ കാത്തുനിന്നയാളാണ് കൊണ്ടുപോയത്. ഈ വാഹനവും അമൽജിത്തിൻ്റെതാണ്. അമൽജിത്തിന് വേണ്ടി മറ്റാരോ പരീക്ഷ എഴുതാൻ ശ്രമിച്ചു എന്നായിരുന്നു പോലീസ് സംശയം. പരീക്ഷ എഴുതാനെത്തിയത് ആരാണെന്ന് ആദ്യം തിരിച്ചറിഞ്ഞില്ല. ഇന്നലെ അമൽജിത്തിൻ്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയതോടെയാണ് സഹോദരങ്ങൾ നടത്തിയ ആൾമാറാട്ടമെന്ന് തെളിഞ്ഞത്. അമൽജിത്തും അഖിൽജിത്തും ചേർന്നാണ് PSC പരീക്ഷയ്ക്കുള്ള പരിശീലനം നടത്തിയിരുന്നത്. അഖിൽജിത്തിന് മുമ്പ് പോലീസ്, ഫയർഫോഴ്സ് എഴുത്ത് പരീക്ഷകൾ പാസ്സായെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ പിന്തള്ളപ്പെട്ടിരുന്നു. ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷയിൽ സഹോദരന് ജോലി കിട്ടാനായി അനുജൻ പരീക്ഷ എഴുതാൻ എത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ സംശയം. സംഭവത്തിൽ 2 പേരെയും ചോദ്യം ചെയ്താലേ കൂടുതൽ വ്യക്തത വരൂ എന്നാണ് പൂജപ്പുര പോലീസ് പറയുന്നത്.